ഈ നല്ല കാര്യം പറയുന്നതിൽ ഈ പറയുന്ന മാധ്യമപ്രവർത്തകർക്കും ലെഫ്റ്റ് ലിബറൽസിനും എന്തിനാണ് ഇത്ര കണ്ണുകടി? ഒന്നാമത്തെ ഹൈന്ദവതയോടുള്ള ദേഷ്യം, സനാതന ധർമ്മത്തോടുള്ള ദേഷ്യം. അവരുടെ വിചാരം അവർ ക്രൈസ്തവ മതത്തിൽ ചേർന്നാൽ മാത്രമേ അവർക്കൊരു പാശ്ചാത്യ സംസ്കാരം അല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള സംസ്കാരത്തിനൊരു എലിവേഷൻ കിട്ടുകയുള്ളൂ എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ദ മോർ യു അബ്യൂസ് ദ ഹിന്ദുയിസം, the more you tarnish the image of Hindus, the more secular you are, the more liberal you are, the more progressive you are എന്നാണ് അവരുടെ ധാരണ. ഇത് ഈ ജഗ്ഗി വാസുദേവനെതിരെ മാത്രമായിട്ട് നടക്കുന്ന ഒരു ആക്രമണമല്ല. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. അദ്ദേഹത്തിന് കലണ്ടറിൽ 365 ദിവസത്തിലും അദ്ദേഹത്തിൻ്റെ ഡേറ്റ് മുഴുവൻ ഫുള്ളാണ്. കാരണം അദ്ദേഹം വൻകിട മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വലിയ വലിയ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളിലും പോയിട്ട് അവരുടെ എക്സിക്യൂട്ടീവ്സിനെ അഭിസംബോധന ചെയ്യാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. അതിനൊക്കെയുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള അപൂർവം വ്യക്തികൾ. നമ്മുടെ കേരളത്തിൽ വന്നു പോയ സ്വാമി രംഗനാഥാനന്ദജിയുണ്ട്, രാമകൃഷ്ണ മിഷൻ്റെ മേധാവിയായിരുന്നു അദ്ദേഹം. അതേപോലെ ചിന്മയാനന്ദ സ്വാമികളില്ലേ, ചിന്മയാനന്ദ സ്വാമികൾ, ഇവരൊക്കെ ആരെ പഠിപ്പിക്കണേന്നറിയോ? ഈ നമ്മളുടെ മുസൂറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഇന്ത്യൻ പോലീസ് സർവീസ്, സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോലീസ് അക്കാഡമി, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഇന്ത്യൻ നേവൽ അക്കാഡമി, എയർഫോഴ്സ്, അതേപോലെയുള്ളവർ അവരുടെ മനസ്സിലൊന്നും പോയിട്ട് ഇവർ വിഷം കുത്തിവെക്കുകയല്ല ചെയ്യുന്നത്. അവർ പറഞ്ഞു കൊടുക്കുന്നത് ഫിലോസഫി ആൻഡ് ഈ ആത്മീയത, സ്പിരിച്വാലിറ്റി, നമുക്ക് എങ്ങനെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തെ നേർവഴിക്ക് നയിക്കാൻ, നമ്മുടെ ജീവിതം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ഫീൽഡിൽ എങ്ങനെ മിടുക്കന്മാരാവാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്.